എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അരിയോ പൊടികളോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഒരു കളർ കിട്ടാനായിട്ട് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കോട്ടായിട്ട് കിട്ടാൻ ആവശ്യമായിട്ട് മുട്ട മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് കോട്ടായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്തു. അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാത്തിലും ഒന്ന് കോട്ടായിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ കറക്റ്റാണ്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മിക്സ് വേണ്ടത്. ഇനി ഒരു ഫ്ലേവറിനായിട്ട് ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്ത റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു തവി മാവാണ് ഒരു തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും വലുപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് കുക്കാവാനായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ വെജിറ്റബിൾസും മുട്ടയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ അപ്പുറത്തെ സൈഡ് ഫ്രണ്ട് സൈഡ് ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മുകളിലത്തെ ഭാഗവും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ രാവിലെ അരിയൊന്നും കുതിർത്തിട്ടില്ല, അല്ലെങ്കിൽ അരക്കാൻ സമയമില്ല, പൊടിയില്ല, ആ സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.